നമസ്കാരം. നേരെ ഒരുപാടായി. എന്തായാലും വരാതിരിക്കാൻ പറ്റില്ല, ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം, സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കണം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. പണ്ട് നമ്മുടെ പഴയൊരു കാലമുണ്ട്, അതായത് അയൽപ്പക്കക്കാരൊക്കെ ആയിട്ട് വളരെ സൗഹൃദത്തോടു കൂടി സ്നേഹത്തോട് കൂടിയൊക്കെ കഴിഞ്ഞ ഒരു കാലം അല്ലേ. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് തരും, ഇവിടുന്ന് വെച്ചത് അങ്ങോട്ട് കൊടുക്കും. അതായത് എന്ത് വെച്ചാലും വളരെ സ്നേഹമുള്ള അല്ലേ, നിനക്കൊക്കെ നല്ല ഓർമ്മയില്ലേ? ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു സൗഹൃദം, സ്നേഹം, അതുപോലെ സാഹോദര്യം, അതുപോലെ അയൽപ്പക്കക്കാരൊക്കെ ആയിട്ടുള്ള ഒരു കൂട്ടായ്മ, കൂട്ടുകെട്ട്, ഇതെല്ലാം നഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് എന്ന് മുഴുവൻ പറയാൻ പറ്റില്ലെങ്കിലും ഞാനൊരു പാട്ട് എഴുതി. അതൊരു വിപ്ലവഗാനം പോലൊരു മൂഡിലാണ് ഞാനത് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ആ പാട്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടുകയാണ്. മറ്റൊന്നുമില്ലെന്ന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇത് അങ്ങനെ ബുക്കിൽ ഇരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് പാടാൻ വെച്ചിരുന്നത്. നേരത്തെ ഞാൻ എഴുതി വെച്ചതാണ്, നേരത്തെ പാടിയിട്ടുണ്ട്, പക്ഷെ അത് അത്ര അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ രണ്ടാളുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെയെങ്കിലും എൻ്റെ പാട്ടുകൾ വരട്ടെ, നിങ്ങൾ കേൾക്കട്ടെ എന്നൊരാഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, പേരൊന്നും ഇട്ടിട്ടില്ല, ഒരു കവിത പോലെ ഞാൻ എഴുതി, അതൊരു വിപ്ലവഗാനം പോലെ പാടുന്നൊരു ഇതാണ്. എന്തായാലും നോക്കാം. മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞ് പുലർന്നതാണു നമ്മളും, പിന്നെന്നു മുതലാണു നമ്മൾ തമ്മിലിങ്ങനകുന്നതും. ചേന നട്ടു, ചേമ്പു നട്ടു, കപ്പ നട്ടു നമ്മളും, പിന്നെന്നു മുതലാണു നമ്മൾ മണ്ണിനെ മറന്നതും. ചേന നട്ടു, ചേമ്പു നട്ടു, കപ്പ നട്ടു നമ്മളും, പിന്നെന്നു മുതലാണു നമ്മൾ മണ്ണിനെ മറന്നതും. മത്സരത്തിൻ മനസ്സു നട്ടു പകയടക്കി വെച്ചതും, കൂർത്ത നോട്ടം കൊണ്ടു നമ്മൾ തമ്മിലങ്ങു കോർത്തതും, തമ്മിലങ്ങു കോർത്തതും. മണ്ണറിഞ്ഞു മനസ്സറിഞ്ഞു പുലർന്നതാണു നമ്മളും, പിന്നെന്നു മുതലാണു നമ്മൾ തമ്മിലിങ്ങനകുന്നതും, പിന്നെന്നു മുതലാണു നമ്മൾ തമ്മിലിങ്ങനകുന്നതും. ഇവിടെ വെച്ചതവിടെ തന്നു, അവിടെ വെച്ചതിവിടെയും, അന്നു കാലം നല്ലതും ഇന്നു കാലം കെട്ടതും. ഇവിടെ വെച്ചതവിടെ തന്നു, അവിടെ വച്ചതിവിടെയും, അന്നു കാലം നല്ലതും ഇന്നു കാലം കെട്ടതും. വേലിയില്ല, തീരുമില്ല, തടസ്സമില്ല നടക്കുവാൻ, ഇന്നുയർന്ന മുന്നിലുണ്ട് കോട്ടമതിയിലേറെയും. വേലിയില്ല, അതിരുമില്ല, തടസ്സമില്ല നടക്കുവാൻ, ഇന്നുയർന്നു മുന്നിലുണ്ട് കോട്ടമതിയിലേറെയും. മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞ് പുലർന്നതാണു നമ്മൾ, പിന്നെന്നു മുതലാണു നമ്മൾ തമ്മിലിങ്ങനകുന്നത്, പിന്നെന്നു മുതലാണു നമ്മൾ തമ്മിലിങ്ങനകുന്നതും. പണ്ടു നമ്മൾ വാണതിവിടെ സ്നേഹമോടെ തന്നെയും, മതജാതി വെറി തെല്ലുമില്ല, മനുഷ്യജാതി ഒന്നതും. കള്ളമില്ല, കപടമില്ല, ആർത്തിയേതുമില്ലതും. കള്ളമില്ല, കപടമില്ല, ആർത്തിയേതുമില്ലതും. ഉള്ളതങ്ങ് പകുത്തതും നെഞ്ചു നിറവോടെയും, ഉള്ളതങ്ങ് പകുത്തതും നെഞ്ചു നിറവോടെയും. മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞ് പുലർന്നതാണു നമ്മൾ, പിന്നെന്നു മുതലാണു നമ്മൾ തമ്മിലിങ്ങനകുന്നതും. ചേന നട്ടു, ചേമ്പു നട്ടു, കപ്പ നട്ടു നമ്മളും, പിന്നെന്നു മുതലാണു നമ്മൾ മണ്ണിനെ മറന്നതും. മത്സരത്തിൽ മനസ്സു നട്ടു പകയടക്കി വച്ചതും, കൂർത്ത നോട്ടം കൊണ്ടു നമ്മൾ തമ്മിലങ്ങു കോർത്തതും, കൂർത്ത നോട്ടം കൊണ്ടു നമ്മൾ തമ്മിലങ്ങു കോർത്തതും, കൂർത്ത നോട്ടം കൊണ്ടു നമ്മൾ തമ്മിലങ്ങു കോർത്തതും. അപ്പോൾ ആ പഴയ കാലം പുതിയ കാലം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഉറക്കെ പറ.
ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുക. അപ്പൊ സപ്പോർട്ട് ഉണ്ടാവുക. വയ്യാഞ്ഞിട്ടാണ് കേട്ടോ നിങ്ങളുടെ ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് പണിയെടുത്ത് ക്ഷീണിച്ചിട്ടിരിക്കും. അതെ, വെയ്യാഞ്ഞിട്ടാണ്. അന്തിയോളം പണി ഉണ്ടായിരുന്നു. വെയിൽ കൊണ്ട് വെയിലത്താണ്, നല്ല വെയിലാണ്, പാടത്താണ്. അതുകൊണ്ട് ചെള്ളക്കുട്ടി അതുകൊണ്ടാണ് നിങ്ങളോട് വർത്താനം പറയാൻ വയ്യാത്തത്. അതണ്ട ക്ഷീണം കണ്ട മുഖത്ത്. പാവം. ഒക്കെ ശരിയാവും. ഞാനൊക്കെ നന്നായി കഴിഞ്ഞ എന്റെ കുട്ടീനെ എവിടേക്കും വിടാതെ പണിക്കൊന്നും വിടാതെ ഇതാവും. നിങ്ങളുടെ മുന്നിൽ വരണം പറഞ്ഞിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്തത്. എനിക്ക് പണിയുണ്ടെങ്കിൽ ഞാനും പോകും കേട്ടോ. അല്ലാണ്ട് ഞാൻ ഇവളെ പണിക്ക് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലിരുന്ന് സൂഹിക്കുകയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അറിയാലോ, വീഡിയോ കണ്ടിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് പണിയെടുക്കുന്നതൊക്കെ. അപ്പോൾ നാട്ടിൽ പണി പൊതുവെ കുറവാണ്. അപ്പോൾ ഉള്ളത് ഇവളുടെ പണികൾ മാത്രമാണ്. സ്നേഹം കൊണ്ട് എല്ലാവരും വിളിച്ചു തരുന്ന പണികളാണ്. അതെ അതെ, അങ്ങനെ നല്ല സ്നേഹത്തിൽ ഉള്ള പണികളാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പണികളൊക്കെ ഇവളെ വിളിച്ച് ചെയ്യിപ്പിക്കും. അപ്പം നമ്മുടെ ഒരു അവസ്ഥ അവർക്കൊക്കെ അറിയാം. അതുകൊണ്ടൊക്കെയാണ്. എന്തായാലും നല്ല സപ്പോർട്ടുണ്ട്, നാട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. പിന്നെ അറിയാലോ, നാടാവുമ്പോൾ പലതരത്തിലുള്ള ആളുകളുണ്ടാവും. ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മളെ സ്നേഹിക്കുന്നവരെ കണ്ടാൽ മതിയല്ലോ. നമ്മൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു വാക്ക് പറയുന്ന ആളുകളെ കണ്ടാൽ മതിയല്ലോ. മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ. നമ്മളെ ചിലപ്പോൾ മോശം പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ കളിയാക്കുന്നുണ്ടാവാം. ഞാനിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. എൻ്റെ നാടുണ്ടായിട്ടല്ലേ ഞാൻ ഉണ്ടായത്. എൻ്റെ നാട്ടുകാരുണ്ടായതുകൊണ്ടല്ലേ ഞാൻ നിലനിന്ന് പോകുന്നത്. അപ്പോൾ എൻ്റെ നാട്ടുകാരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പെണ്ണിനും എനിക്കൊക്കെ പണികൾ തരുന്നുണ്ട്. പിന്നെ നല്ല സ്നേഹത്തോടെ തന്നെ എല്ലാവരും പെരുമാറുന്നുണ്ട്. നാട് നന്നാവട്ടെ, നാട്ടുകാർ നന്നാവട്ടെ, ഒപ്പം ഞങ്ങൾ നന്നാവും എന്നൊരു വിശ്വാസമുണ്ട്. എല്ലാവർക്കും നല്ല വരുത്തട്ടെ. ലോകത്തിൻ്റെ മുക്കിലും മൂലിലൊക്കെ ഇരുന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തരുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ, അതാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതെ, ഏറ്റവും വലിയത്. തീർച്ചയായിട്ടും നല്ല ഉയരങ്ങളിലെത്തും എന്നൊരു വിശ്വാസം തന്നെയുണ്ട്. കൂടെ ഉണ്ടാവുക, എപ്പോഴും കൂടെ ഉണ്ടാവുക. എല്ലാറ്റിനും ഒരുപാട് നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ.